റെസ്റ്റോറൻറ്റുകളിൽ മാത്രം കേട്ടുവരുന്ന കുറച്ച് പേരുകളുണ്ടല്ലേ, ബട്ടർ ഗാർലിക് ചിക്കൻ, ചില്ലി ചിക്കൻ, അങ്ങനെ ഒരുപാട്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ വീട്ടിലുണ്ടാക്കാം. ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബട്ടർ ഗാർലിക് ചിക്കൻ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസസ് ആക്കിയിട്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്ത് വെച്ച് ഈ ചിക്കൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് കുക്കായി പോകണ്ട, ഒരു 2-3 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. ബോൺലെസ് ആയിട്ടുള്ള ചെറിയ പീസസ് ആണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതായിരിക്കും കുറച്ചും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു ഭാഗം കുക്കായതിന് ശേഷം മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ പീസസൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 3/4 ഭാഗം വേവിൽ അങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഒരു കളറും ടെക്സ്ചറൊക്കെ ഇതാണ്. ഈ ഒരു റേഞ്ചിൽ നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. പിന്നെ ഒരുപാട് സവാളയോ കാര്യങ്ങളോ ഒന്നും ഇടാത്തതാണ് എപ്പോഴും ബട്ടർ ഗാർലിക് ചിക്കൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഇട്ടിട്ടുണ്ട്, ഒരു 50 ഗ്രാമോളം ബട്ടർ. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ബട്ടർ ആണെങ്കിലും ഇപ്പോൾ മൈദ ആണെങ്കിലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് മാത്രം ചെയ്യുക. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കോൺഫ്ലോർ ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം പെട്ടെന്ന് തിക്കാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ ഈ ഗ്രേവീനെ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം നമ്മൾ ചെറുനാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനായിട്ട് ശാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഐറ്റംസൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. വീണ്ടും നമ്മൾ കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം കുറച്ച് ചേർത്ത് ഇതൊന്ന് ലൂസാക്കി മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഞാനിതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇരിക്കും തോറും ഇത് ഇങ്ങനെ കട്ടിയായി വരും, കാരണം നമുക്ക് കോൺഫ്ലോർ ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ നല്ല ലെമണും വെളുത്തുള്ളിയും ബട്ടറും ഒക്കെ ചേർന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചൂട് പൊറോട്ടയുടെ കൂടെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.